മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ഓർമ്മകൾ പങ്കുവച്ച് ചാലിശ്ശേരി ഗ്രാമവാസികൾ. ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ വികസന യാത്രയിൽ പുതുതായി പണിതീർത്ത കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനാണ് 2006 ജനുവരി 19 പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ അവസാനമായി ചാലിശ്ശേരിയിലെത്തിയത്. രാവിലെ 11:30 ഉദ്ഘാടന വേദിയിൽ മയക്ക് പിടിച്ചപ്പോൾ അച്യുതാനന്ദൻ തന്റെ പതിവ് ശൈലിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. നേരുള്ള തർക്കങ്ങൾ ഒഴിഞ്ഞ മനസ്സിലിടം പിടിക്കാവുന്ന സരസഭാഷയിൽ പ്രസംഗം തുടങ്ങി. കെട്ടിടങ്ങൾ ഉയരുമ്പോൾ ചിന്തകൾ ഉയരണം. വൃത്തിയുള്ള ഓഡിറ്റോറിയം കൊണ്ട് മാത്രമല്ല, വൃത്തിയുള്ള ഭരണമാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ വേദിയിൽ ഇരുന്നവരുടെ മുഖത്ത് നേരിയ പുഞ്ചിരി പടർന്നിരുന്നു. ദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുതൽ ഗ്രാമീണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വരെ എടുത്തു പറഞ്ഞ പ്രസംഗം സദസ്സിന് ശക്തിയും ആത്മവിശ്വാസവും പകർന്നതായിരുന്നു. ഇടയ്ക്കിടെ ദേശഭാഷയെ കുറിച്ച് തളർന്ന ആക്ഷേപങ്ങൾ പറഞ്ഞപ്പോൾ വേദിയിൽ ചിരി പടർന്നു. അച്യുതാനന്ദൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ മുഴുവൻ ഗ്രാമവാസികളും കാതോർത്തിരുന്നു. വേദിയിൽ നിന്നിറങ്ങി അദ്ദേഹം വിശ്രമിക്കാനെത്തിയത് പോസ്റ്റ് ഓഫീസിന് മുൻവശമുള്ള പാർട്ടി കുടുംബാംഗമായ പൊട്ടക്കുളങ്ങര ഭാസ്കറിന്റെ വീട്ടിലായിരുന്നു. അന്നത്തെ താലയിലെ മുതിർന്ന CPM നേതാക്കളായ KT ഗോപി, TP കുഞ്ഞുണ്ണി, ഒറ്റപ്പാലം MP S അജയ്കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് TM കുഞ്ഞിക്കുട്ടൻ, PR കുഞ്ഞുണ്ണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും VS-നോടൊപ്പം വീട്ടിലെത്തി. ഭാസ്കറിന്റെ മകനും ലോക്കൽ കമ്മിറ്റി അംഗവുമായ സുനിൽ മാസ്റ്റർ, മാതാവ് ശോഭന, സുനിൽ മാസ്റ്റർ ഭാര്യ സന്ധ്യ, ഇവരുടെ മാതാവ് ശാരദ തുടങ്ങിയവരും മറ്റു കുടുംബക്കാരും ചേർന്ന് VS-നും കൂടാതെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ 60ഓളം പേർക്ക് സമൃദ്ധമായ ഉച്ചസദ്യയും നൽകി. കർശനമായ വ്യവസ്ഥയോടുകൂടിയാണ് ഉച്ചഭക്ഷണം തയ്യാറാക്കിയത്. എല്ലാ കറികളിലും ഉപ്പ് ഒഴിവാക്കി. കുരുമുളക് പൊടി തുടങ്ങി VS-ന്റെ തൃപ്തികരമായ ഭക്ഷണമാണ് കുടുംബം ഒരുക്കിയത്. 2 മണിക്കൂർ നേരം വീട്ടിൽ വിശ്രമിച്ച ശേഷം പത്രസമ്മേളനവും നടത്തി. കൂടാതെ കുടുംബമായി ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് അദ്ദേഹം മടങ്ങിയത്. ചരിത്രത്തിൽ ചെറുതായി തോന്നുന്നുവെങ്കിലും ഹൃദയത്തിൽ ചേർത്ത് വെക്കാവുന്ന വലിയൊരു ഓർമ്മയാണ് 2006 ജനുവരി 19 എന്ന് നിലവിലെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ സുനിൽ മാഷ് പറഞ്ഞു. 2006 VS ഇവിടെ വരുന്നത്. അന്ന് ചാലിശ്ശേരിയിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനത്തിനാണ് അദ്ദേഹം എത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണവും വിശ്രമവും ഇവിടെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തിന് കർശനമായ വ്യവസ്ഥകളോട് കൂടിയിട്ടുള്ള ഭക്ഷണമാണ് തയ്യാറാക്കിയിരുന്നത്. ആ ഭക്ഷണം കഴിച്ചു, വിശ്രമിച്ച് പത്രസമ്മേളനം നടത്തിയിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ആ ഒരു വലിയ ഓർമ്മ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി സഖാക്കളും പ്രവർത്തകരും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ അദ്ദേഹം മരിച്ച ഈ ഘട്ടത്തിൽ ആ ഓർമ്മ പങ്കുവച്ചിരുന്നു. 83-ാമത്തെ വയസ്സിൽ ഗ്രാമത്തിലെത്തുമ്പോൾ അധികാരത്തിലുള്ള പ്രതിപക്ഷ നേതാവിനപ്പുറവും നാടിനും ജനങ്ങൾക്കും വേണ്ടി പോരാട്ടങ്ങൾ നയിച്ച മുഖപ്രഭയായിരുന്നു VS-നുണ്ടായിരുന്നത്. വർഷങ്ങൾക്കപ്പുറത്ത് മെയിൻ റോഡ് സെന്ററിലെ പാർട്ടി യോഗത്തിലും VS പങ്കെടുത്തിരുന്നു. കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രതിപക്ഷ നേതാവായി ഗ്രാമത്തിലെത്തിയ വി.എസ്. അച്യുതാനന്ദനെ ഉത്സവ അന്തരീക്ഷത്തിലാണ് വരവേറ്റതെന്ന് ചാലിശ്ശേരിക്കാർ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ഗ്രാമത്തിലെത്തി 2 പതിറ്റാണ്ട് പിന്നിടുന്ന VS-ന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് ചാലിശ്ശേരി ഗ്രാമം.